വെൽക്കം ടു ഫൈഹാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ സാമ്പാറിലേക്കുള്ള പരിപ്പാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറെ മസാലകളും ഉപ്പും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി വേറെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരു സവാള, ഒരു 3 തക്കാളി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക, വഴുതനങ്ങ, അതേപോലെ തന്നെ മുരിങ്ങാക്കോലൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അത് ഞാൻ വേറെ തന്നെ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഈ വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വഴുതനയും വെണ്ടയ്ക്കയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചിരകിയ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6-7 ചെറിയുള്ളിയാണ്. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 കഷ്ണം ചെറിയ പട്ട, അതേപോലെ തന്നെ ഒരു 4 പൂവ്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ വലിയ ജീരകം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് സിമ്മിലിട്ടിട്ട് വേണം തേങ്ങ നമ്മൾ
ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലാതെ കരിഞ്ഞു പോവും. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കുന്നത്. നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് മുരിങ്ങാക്കോൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇത് വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ചെറിയ തീയിലിട്ടിട്ട് വേണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി അവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ പൊടികളൊന്നും അധികം കുക്കാവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കുക്കായാൽ മതി. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുറച്ച് പുളി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെണ്ടയ്ക്കയും വഴുതനങ്ങയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകമായിട്ട് ഒരു അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് കൂടുതൽ ടൈം കുക്ക് ചെയ്യരുത്. കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കൊരു സാമ്പാറിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വിട്ടു പോകുന്ന രീതിയിലാണ് കിട്ടുക. അതുകൊണ്ട് ഏകദേശം ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4-5 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.